കാസർഗോഡ് ബേവിഞ്ച ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. സംരക്ഷണ ഭിത്തി റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. സ്ഥലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥലം സന്ദർശിക്കാനെത്തിയ കലക്ടർക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. മഴ കഴിയും വരെ മണ്ണ് നീക്കാനാകില്ല എന്നും കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടുമെന്നാണ് കലക്ടറുടെ പ്രതികരണം. ഇപ്പോൾ ഇന്ന് നടന്ന സംഭവങ്ങൾ ഇപ്പോൾ NHA അധികാരികളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് ഇവിടെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ 2-3 ദിവസം ഈ ട്രാഫിക് നിയന്ത്രണം ഇവിടെ ഉണ്ടാവും. പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺക്രീറ്റ് വാൾ ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ആവശ്യം ഗവൺമെൻറ്റിനോടെയും NHAയോടെയും ഞാൻ അറിയിക്കാം. അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. 2 ദിവസത്തേക്ക് എന്ത് താൽക്കാലിക പരിഹാരമാണ് സാധ്യമാവുക? അതിനുശേഷം NHA അധികൃതരെ അവിടെ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കളക്ടർ ഉറപ്പ് നൽകുന്നുണ്ടോ? സ്മൃതി, അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ബേവിഞ്ച ദേശീയപാതയോടുള്ള സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞിരിക്കുന്നത്. നമുക്കിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു സംരക്ഷണ ഭിത്തിയോട് താഴെ, ഈ റോഡിന് താഴെയായിട്ട് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ ആ സമയത്ത് ആളുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം ആ ഒരു സമയത്ത് അത്തരത്തിൽ ഒരുപാട് ആളുകൾ ആ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടാവുമായിരുന്നു. എന്തായാലും ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആളുകൾ വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിഷേധവുമായി അത്തരത്തിൽ നാട്ടുകാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജില്ലാ കളക്ടർക്കെതിരെ ഇവർ നടത്തിയതും. ആ സമയത്ത് സംഭവ സ്ഥലത്തേക്ക് ജില്ലാ കളക്ടർ എത്തിയിരുന്നു. തുടർന്നാണ് പ്രതിഷേധ പരിപാടികളുമായി അത്തരത്തിൽ നാട്ടുകാർ രംഗത്തെത്തിയതും. ജില്ലാ കളക്ടർ പറയുന്നതനുസരിച്ച് ഗതാഗത നിയന്ത്രണം സ്ഥലത്ത് 2 ദിവസം കൂടി തുടരുമെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കളക്ടർ ആവശ്യപ്പെടുന്നതും. മഴ കഴിയുന്നത് വരെ മണ്ണ് നീക്കാൻ കഴിയില്ല, അതുപോലെ മേഖലയിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം ആ ഒരു സംരക്ഷണ ഭിത്തി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വീരമലക്കുന്ന്, ഒപ്പം തന്നെ മട്ടലായിക്കുന്ന് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടാവുന്ന പ്രദേശങ്ങൾ തന്നെയാണ്. കാസർഗോഡിനെ സംബന്ധിച്ചോളം വലിയൊരു അപകട ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങൾ തന്നെയാണ് ആ ഭാഗങ്ങളെല്ലാം. അവിടെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബേവിഞ്ച ദേശീയപാതയോടനുബന്ധിച്ച ഇത്തരത്തിലൊരു ഒരു മതിലും അല്ലെങ്കിൽ മണ്ണിടിച്ചിലും ഉണ്ടായിരിക്കുന്നു. എന്നാലും അവിടെയുള്ള ആളുകളെല്ലാം തന്നെ വലിയ അപകട ഭീഷണിയിലാണ്. ഏകദേശം ഒരുപാട് റോഡിൽ ഉണ്ടാകാതിരുന്നത് കൊണ്ട് വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു. പക്ഷെ വലിയ പ്രതിഷേധം അവിടെ ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. കളക്ടറോട് ആ പ്രതിഷേധം അവർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു.